കാസർഗോഡ് അപകടം പതിവായ മേഖലയിൽ റോഡിന് ഇരുവശവും ജനകീയ ശുചീകരണം നടത്തി. കാഞ്ഞങ്ങാട് പാണത്തൂർ അന്തർ സംസ്ഥാന പാതയിൽ 7-ാം മൈൽ ഭാഗത്താണ് റോഡരികിലെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. കാഞ്ഞങ്ങാട് പാണത്തൂർ അന്തർ സംസ്ഥാന പാതയിൽ ഗുരുപുരം പെട്രോൾ പമ്പ് മുതൽ 7-ാം മൈൽ വരെ അപകടം പതിവാണ്. വളവുകൾ ഏറെയുള്ള മേഖലയിൽ റോഡിനിരുവശത്തും കാടുകൾ വളർന്നു നിൽക്കുന്നത് വാഹനയാത്രക്കാരുടെ ദൂരക്കാഴ്ചയ്ക്ക് തടസ്സമാകാറുണ്ട്. 5 വർഷത്തിനിടെ 8 പേർ പ്രദേശത്ത് വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപകടം പതിവായ സാഹചര്യത്തിലാണ് ഗുരുപുരം മുതൽ 7-ാം മൈൽ വരെ ജനകീയ ശുചീകരണം നടത്തിയത്. റോഡിനിരുവശവും വളർന്ന കാടും റോഡിലേക്ക് ചാഞ്ഞ മരക്കൊമ്പുകളുമെല്ലാം വെട്ടിമാറ്റി വൃത്തിയാക്കി. ഇതൊരു വലിയ ജനകീയ ക്യാമ്പയിനായിട്ട് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് മറ്റുള്ള പ്രദേശങ്ങളിലൂടെ വ്യാപിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ സുരക്ഷ, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള രൂപത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന വലിയൊരു കടമ്പയാണ് ഇന്ന് ഈ ദൗത്യമാണ് ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും കൂടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് സ്പെഷ്യൽ ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. കാരണം ഇവിടെ നമ്മളുടേതായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഇതിനെ കൂടുതൽ സുരക്ഷിതത്വമാക്കാൻ പറ്റും എന്നൊരു നിലപാടെടുത്തത് തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇതിന് കാസർഗോഡ് ജില്ലയിൽ മറ്റ് പഞ്ചായത്തുകൾക്ക്, മറ്റ് ക്ലബ്ബുകൾക്ക്, മറ്റ് ബ്ലോക്ക് ഡിവിഷനുകൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് ശരിക്കും ഈ ഗുരുപുരത്ത്, അമ്പലത്തറ, 7-ാം മൈലൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു മേഖലയിൽ പുല്ലൂർ പെരിയ പഞ്ചായത്തിൻ്റെയും കോടമ്പളൂർ പഞ്ചായത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അതിനുപരിയായിട്ട് ഈ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി നടക്കുന്ന ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത്, അമ്പലത്തറ പോലീസ്, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജനകീയ ശുചീകരണം നടത്തിയത്. ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ, പോലീസ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, കോളേജ് NSS യൂണിറ്റ് അംഗങ്ങൾ, ഇരിയ ജമാഅത്ത് അംഗങ്ങൾ, ഗുരുപുരം ക്ഷേത്ര പ്രതിനിധികൾ തുടങ്ങി വിവിധ സംഘടനകളുടെ കീഴിൽ നാടൊന്നാകെ ജനകീയ ശുചീകരണത്തിൽ കൈകോർത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.